ഓക്കെ ഗായ്സ്, അങ്ങനെ വൈകിട്ടായപ്പോഴത്തേക്ക് അമ്മ പറഞ്ഞു മഴ വരുന്നത് നമുക്ക് പെട്ടെന്ന് പോയി പുളി പറിച്ചിട്ട് വരാമെന്ന്. പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ റെഡി അമ്മയോടെ പോയേ. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള കാര്യം എൻ്റെ അമ്മയോട് ഗോസിപ്പ് അടിച്ച് നടക്കുന്നത്. എന്തുകൊണ്ടാണെന്നറിയില്ല, കുഞ്ഞുനാൾ തൊട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ ചെന്നപ്പോഴത്തേക്കും കുറച്ച് പുളിയൊക്കെ താഴെ ഉണ്ടായിരുന്നു, ബാക്കിയൊക്കെ പച്ചയായിരുന്നു, കുറച്ച് പഴുത്തമുണ്ടായിരുന്നു. പിന്നെ അമ്മ അപ്പം തന്നെ പുളിയൊക്കെ പറിച്ചു തുടങ്ങി. ഞാനെല്ലാം കണ്ട് മാറി അതിൻ്റെ ഭംഗി ആസ്വദിക്കുമായിരുന്നു ഗൈസ്. പിന്നെ ആ കിട്ടിയതിലൊരു നല്ല പഴുത്ത പുളിയെടുത്ത് ഞാൻ പൊട്ടിച്ച് കഴിച്ചു. എനിക്കെൻ്റെ കുരു കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഒരു പ്രത്യേക ടേസ്റ്റ് ആണല്ലോ അതിനെ. പക്ഷേ ഒരുപാട് കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് പല്ലിലൊക്കെ നല്ല മഞ്ഞപ്പൊരും. ഇതൊക്കെ നമ്മൾ ഇടയ്ക്കെങ്കിലും നമ്മുടെ ലൈഫിൽ എക്സ്പ്ലോർ ചെയ്യേണ്ട കാര്യങ്ങളാണല്ലോ. അപ്പോൾ അതൊക്കെ ഞാൻ കഴിച്ചു. പിന്നെ കുറേ പുളി മേളിലായിരുന്നു, അതൊക്കെ ഞങ്ങൾ തോട്ടിക്ക് പറിച്ചെടുത്ത്. ഇതെൻ്റെ അനിയനാണ് ഗൈസ്. കാര്യം എൻ്റെ അനിയനായിട്ട് പറയില്ല, ഇവനൊരു ആത്മാർത്ഥമുള്ള പണിക്കാരനാണ്. പിന്നെ എനിക്ക് വിയർപ്പിൻ്റെ അസുഖമുള്ളതുകൊണ്ട് ഞാൻ മാറി ഒരു തള്ള നോക്കിയിരിക്കുമായിരുന്നു. അത് കഴിഞ്ഞ് കിട്ടിയ പുളിയൊക്കെ ചാക്കിലാക്കി അവൻ നേരെ വീട്ടിലേക്ക് പോയി. ഞാൻ അവിടെ നേരെ പോയത് വല്യച്ഛൻ്റെ വീട്ടിലേക്കാണ്. ഇതാണ് വല്യച്ഛൻ സിന്ധുമ്മ. പിന്നെ അവിടുന്ന് സിന്ധുമ്മയ്ക്ക് കപ്പയും മീൻകറി തന്നിട്ടുണ്ടായിരുന്നേ. പിന്നെ അതൊക്കെ കഴിച്ചിട്ട് ഞാൻ ഇങ്ങനെ പുറത്തോട്ട് ഇറങ്ങി. അപ്പോൾ വല്യച്ഛൻ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇല്ലാത്തതിൻ്റെ കുറച്ച് സമാധാനം ഉണ്ടായിരുന്നതാണ്. എന്താണെന്നറിയില്ല, വല്യച്ഛൻ എപ്പോഴും പറയും ഞാനൊരു അരപ്പിരിയാണ്. ചുമ്മാ സ്നേഹം കൊണ്ടാണേ. അപ്പോൾ അത്രേ ഉള്ളൂ ഗായ്സ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ എന്നെ ഫോളോ ചെയ്തില്ലെങ്കിൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ബൈ ഗായ്സ്.